നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇതുപോലൊരു ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് തെർമോക്കോൾ വേണം. അപ്പോൾ ഞാൻ TV വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള തെർമോക്കോൾ വെച്ചിട്ടാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അല്ലാതെ നമ്മുടെ അടുത്ത് വലിയ തെർമോക്കോൾ ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് തെർമോക്കോൾ പീസ് വേണം. അപ്പോൾ ആദ്യം അതിന് മുകളിൽ നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് പെന്നുകൊണ്ട് ഒരു റൗണ്ട് വരച്ചിട്ട് ഏകദേശം റൗണ്ട് കറക്റ്റാക്കി വരയ്ക്കുക. എന്നിട്ട് നമ്മളത് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് തെർമോക്കോൾ പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് പേപ്പറിൻ്റെ കൂടെ നോട്ടീസൊക്കെ കിട്ടില്ലേ, അതിങ്ങനെ ചുരുട്ടിയിട്ട് അതാണ് ഞാനിതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ തെർമോക്കോളിൻ്റെ ഒരു പീസിൻ്റെ മുകളിൽ ഇതേപോലെ പേപ്പർ ചുരുട്ടിയിട്ട് അത് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് തെർമോക്കോളിൻ്റെ പീസുകൾ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആ ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ അടുത്ത് തെർമോക്കോൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേ പീസും അതേപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു. അത് നന്നായി ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒരു സെലോ ടാപ്പ് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടമല്ലേ, നമുക്ക് നിറയെ ചോക്ലേറ്റ്സ് അല്ലേ ഇതിൽ കാണുന്നത്. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും. നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അതുപോലെ ഫുള്ളായിട്ട് ചുറ്റിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിത് സ്റ്റിക്ക് ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ 2-3 സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴാണ് റെക്കോർഡായിട്ടില്ല എന്ന് കണ്ടത്. അപ്പോൾ ഇതേപോലെ മഞ്ചാണ് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം മഞ്ച് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ അതിൽ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഗ്ലൂ ആക്കി കറക്റ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് നമ്മൾ അതിൻ്റെ ഭാഗം കറക്റ്റാക്കി വയ്ക്കുക. എല്ലാ ഇതും ഒരേപോലെ ആക്കിയിട്ട് നീങ്ങി പോവാതെ കറക്റ്റാക്കിയിട്ട് ഒട്ടിച്ച് അതിൻ്റെ ഹൈറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിതിൽ ഹോട്ട് ഗ്ലൂ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട്. പക്ഷേ അത്രയും ആക്കിയിട്ടുണ്ട് ചിലപ്പോൾ അതിങ്ങനെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് വേണ്ടതുകൊണ്ടാണ് ഞാനങ്ങനെ ആക്കിയത്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കിറ്റ്കാറ്റും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ തെർമോക്കോൾ കാണാത്ത രീതിയിൽ വേണം ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ. ഇതൊക്കെ നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഇതിന് വേണമെങ്കിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക് ഇതിനേക്കാളും ചെറിയ തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്ത് ഒരു സ്റ്റെപ്പും കൂടെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിന് ഇടയിലൊക്കെ ഈ തെർമോക്കോൾ കാണുന്ന ഭാഗത്തൊക്കെ ഞാൻ മെലഡിയുടെ ചോക്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മഞ്ചൊക്കെ സ്റ്റിക്ക് ചെയ്തില്ലേ, ആ സ്റ്റിക്ക് ചെയ്ത് ഹോട്ട് ഗ്ലൂവിന് പകരം നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക് ചോക്ലേറ്റ്സ് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാനൊരു കുഞ്ഞ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ജുംക്ക വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നടുക്ക് വെച്ച് അതിന് ചുറ്റും ചോക്ലേറ്റ്സ് വെച്ച് അത് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെയാണ് ഞാൻ അതിൽ ജുംക്ക വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുട്ടികൾക്കാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് അല്ലാതെ എന്തെങ്കിലും ഗിഫ്റ്റ് വെക്കേണ്ടത് അത് ഉള്ളിൽ വെച്ചിട്ട് നമുക്കത് ഡെക്കറേറ്റ്, അതിൻ്റെ മുകളിലും സ്വീറ്റ്സൊക്കെ വെച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്തൊരു നെറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനതിന് ഒരു ചെറിയൊരു
കെട്ടൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെയൊക്കെ അത് ഭംഗിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഭംഗിയാക്കിയെടുക്കാം. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോക്ലേറ്റ്സൊക്കെ ഒട്ടിക്കുമ്പം എല്ലാം ഒരേ ഭാഗത്തേക്ക് ഒരേപോലെ അതിൻ്റെ പേരുമൊക്കെ വരുന്ന പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ഭംഗിയുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാനൊരു നെറ്റ് വെച്ചിട്ട് ഒരു കവറും കൂടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഗിഫ്റ്റ് ഹാമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഉണ്ടാക്കുന്ന രീതിയും നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പറാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.